ചുമ്മാ ഒന്ന് ബൈക്ക് എടുത്ത് ഇറങ്ങിയതാ. ഇപ്പോൾ പോയി പോയി മൂന്നാർ വരെ എത്തിയിട്ടുണ്ട്. വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ കാഴ്ചകളൊന്നും അത്ര ഭംഗി കാണില്ല. കാരണം എല്ലാ മരങ്ങളും മറ്റും മലകളും ഒക്കെ കരിഞ്ഞുണങ്ങിയ നിലയിലാണ്. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മാമലക്കണ്ടം കാട്ടിലൂടെയാണ്. നട്ടുച്ച നേരാണ്. നല്ല രീതിയിലുള്ള ചൂടും വെയിലും ഒക്കെ ഉണ്ട്. മാമലക്കണ്ടം വരുമ്പോൾ എല്ലാവരും വണ്ടി പാർക്ക് ചെയ്യുന്ന ആ ഒരു വലിയ പാറക്കല്ലാണ് ഇപ്പം നമ്മൾ കാണുന്നത്. വേനലായതുകൊണ്ട് തന്നെ കാഴ്ചകളൊന്നും അത്ര വലിയ ഭംഗിയില്ല. ഞങ്ങൾ പിന്നെയും മുന്നോട്ട് പോയപ്പോൾ ദേണ്ടടാ ഒരു ഇലക്ട്രിക് ഓട്ടോ പോകുന്നു. മാമലക്കണ്ടം പോയവർക്കറിയാം അവിടുത്തെ റോഡിൻ്റെ അവസ്ഥ. പക്ഷേ ഇപ്പോൾ ചില റോഡിൻ്റെ ഭാഗങ്ങളൊക്കെ കോൺക്രീറ്റ് ചെയ്ത് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മളങ്ങനെ ദേ മാമലക്കണ്ടം കയറി. ഇപ്പോൾ ദേ സാധാരണ എപ്പോഴും വരുമ്പോൾ ഈ പാറക്കല്ലിൻ്റെ മുകളിൽ വണ്ടി വെക്കാറുണ്ട്. അതുപോലെ വെച്ചിട്ടുണ്ട്. നല്ല വെയിലാണ് കേട്ടോ. രാവിലെ വരാത്തതിൻ്റെ എല്ലാ ക്ഷീണവും ഉണ്ട്. ഇപ്പോൾ കാഴ്ചകൾ കാണുന്നുണ്ടെങ്കിലും കോടയും കാര്യങ്ങളൊന്നുമില്ല. നല്ല വെയിലാണ്. കിളികളുടെ സൗണ്ട് കേട്ടോ. മറ്റേ വണ്ടി റിവേഴ്സ് എടുക്കുമ്പോൾ സൗണ്ട് പോലല്ലേ. എന്തോ ഒരു കിളി ഒരുമാതിരി പേടിപ്പെടുത്തണ സൗണ്ട്. അന്നൊക്കെ വന്നപ്പോൾ അവിടെയൊക്കെ കോടയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കോടയൊന്നുമില്ല. വീണ്ടും ഞങ്ങൾ വണ്ടി നിർത്തിയിട്ടുണ്ട്. ദേ ഈ ഒരു അടിപൊളി കാഴ്ച കണ്ട് നിർത്തിയാണ്. എല്ലാം ഉണങ്ങിയിട്ടുണ്ട്, പക്ഷെ രസമുണ്ട് കാണാൻ. അവിടെ ഒരു ഓട് നമ്മൾ പലപ്പോഴും വന്നപ്പോൾ കണ്ടിട്ടുണ്ട്. ഇരിക്കാനുള്ള ബസ് സ്റ്റോപ്പ് അടിപൊളി. ഈ വ്യൂ ആണ് അടിപൊളി കേട്ടോ. നല്ല വെയിലാണ്, അതാണൊരു പ്രശ്നം. വേറെ കുഴപ്പമൊന്നുമില്ല. മാമലക്കണ്ടം കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുളിക്കുഴി വാട്ടർഫാൾസിലൊന്ന് പോകണം. വെള്ളം ഉണ്ടോയെന്നൊന്നും അറിയില്ല. ഇവിടെയൊക്കെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. ഓട് മേഞ്ഞാണ്. ഓട് മേഞ്ഞോണ്ട് അടിപൊളി. നോക്കി ഇവിടെ നിന്നുള്ള കാഴ്ചകൾ. മല, അതാ രസം. ഇവിടെ ഒരു ജീപ്പ് നിർത്തിയിട്ടുണ്ടാക്കിയ ഒരുപാട് ജീപ്പ് സഫാരിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പാക്കേജ് ആയിട്ടൊക്കെ ഉള്ളത് ഒരുപാട്. മുനിപ്പാറ, കൊയിനിപ്പാറ അങ്ങനെ പറഞ്ഞിട്ട് ഇഷ്ടം പോലെ സ്ഥലത്തേക്ക് പോണതുണ്ട്. നമുക്കും റെസ്റ്റിംഗ് ടൈം ഉണ്ട്. അപ്പോൾ വണ്ടി അങ്ങോട്ട് ചൂടായിക്കണ്. മാമലക്കണ്ടത്ത് കുറച്ച് ഭാഗങ്ങളൊക്കെ മറ്റേ സിമെൻറ്റിൻ്റെ സ്ലാബൊക്കെ ഇട്ടിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ള വഴിയൊക്കെ പണ്ടത്തെ പോലെ തന്നെയാണ്. വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് വന്നപ്പോൾ ഒരാൾ നമ്മുടെ കൂടെ കൂടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മളിതേ ഉരുളിക്കുഴി വാട്ടർഫാൾസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. വെള്ളമൊക്കെ കുറവാണ്, എന്നാലും അടിപൊളിയാണ്. ഒരുപാട് ഹോം സ്റ്റേകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഉരുളിക്കുഴിയൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇതേ ഇവിടെ ഒരു ആശാനിരിപ്പുണ്ട്. അവന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെറുതായിട്ട് സ്നാക്ക് എന്തെങ്കിലും കരുതിക്കോളൂ കേട്ടോ. ചോക്ലേറ്റ് വേണ്ട. ചോക്ലേറ്റ് ശരിക്കും കൊടുക്കാൻ പാടില്ല എന്നാണ്. ഞങ്ങളുടെ കയ്യിൽ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഒരു ചെറിയ കഷ്ണം ചോക്ലേറ്റ് കൊടുത്തത്. എല്ലായിടത്തും തൂക്കിയൊക്കെ ഉണ്ടാവും. മൊത്തം കരിഞ്ഞുണങ്ങിയൊക്കെ ഉണ്ടാവും. മഴക്കാലത്ത് വരികയാണെങ്കിൽ സെറ്റായിരിക്കും. കഴിഞ്ഞതൊക്കെ നമ്മൾ ഒരു റീലൊക്കെ ഇട്ടിരുന്നു ഇൻസ്റ്റയിൽ. നല്ല രീതിയിൽ റീച്ചൊക്കെ ആയിരുന്നു. ആ നല്ല കുത്തിയൊലിച്ച് വെള്ളം പോകുന്നുണ്ടായിരുന്നു. ഇത് കണ്ട പാറൊക്കെ വെള്ളം പോയ ശക്തിയിൽ അടർന്ന് ഇങ്ങനെ ഷെയ്പ്പായിരിക്കുന്ന കണ്ടോ. അടിപൊളിയാണ്. ഒരുപാട് ഹോം സ്റ്റേകളും ഉണ്ട് കേട്ടോ ഇവിടെ തൊട്ടടുത്തായിട്ട്. ഇത് അവിടെ ഒരു ഹോം സ്റ്റേ ഉണ്ട്. ഹോം സ്റ്റേയുടെയൊക്കെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ വേണമെങ്കിൽ എടുത്തോ. നമ്പർ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. നിലാവ് ഹോം സ്റ്റേ, വില്ലാസ്, കോൺടാക്ട് ഇൻഫോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ മാമലക്കണ്ടം വിടാം. ഈ മാമലക്കണ്ടം സ്കൂളിലേക്ക് പോകാം. അവിടെ ഇതന്നെ ആയിരിക്കും അവസ്ഥ. വെള്ളമൊന്നും ഉണ്ടായിരിക്കില്ല. ഇത് നോക്കിയേ, ഒരാളിപ്പോൾ എൻ്റെ കൂടെയുണ്ട്. നടക്കുമ്പോൾ കൂടെ വരും ആള്. വളരെ കുറച്ച് നേരത്തെ പരിചയമുള്ളൂ കേട്ടോ. ഒരു പരിചയമില്ല, വെറുതെ അല്ലല്ലേ. അവിടെ ഇരുന്ന് മറ്റേ ചോക്ലേറ്റ് ഇട്ട് കൊടുത്തിരുന്നത്.
പിന്നെ പുള്ളിക്കാരൻ മൂത്രം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതിന് അടയാളം നോക്കിയിട്ട് വന്ന വഴിക്ക് തന്നെ തിരിച്ചു പോകട്ടോ. ആളവിടെ നിൽക്കണ്ട, ഞങ്ങൾ പോകുന്നുണ്ടോ നോക്കണ്. അതഞ്ഞ് ഇവിടെ എവിടെ വീട്ടിലുള്ള ആളാണെന്ന് അറിയില്ല കേട്ടോ. ഓയ് ഇപ്പോൾ ഉരുളിക്കുഴി വരുന്നവർ മറക്കണ്ട ഇവനുള്ള ഫുഡ് എടുക്കാൻ കേട്ടോ. ആൾ ഇവിടെ തന്നെ ഉണ്ടായിരിക്കും. ഞങ്ങൾ ബൈക്ക് വെച്ചപ്പോൾ തന്നെ ആൾ എടുത്തേക്ക് വന്നു. ഇപ്പം നമ്മൾ ഉരുളിക്കുഴിയോട് വിട പറഞ്ഞ് പോവാണേ. പിന്നീട് ഞങ്ങൾ പോയത് നേരെ മാമലക്കണ്ടം സ്കൂളിലേക്കാണ്. അവിടെ പോയപ്പോഴും ഇതേ അവസ്ഥ തന്നെയായിരുന്നു. വേനലായതുകൊണ്ട് വെള്ളമൊന്നുമില്ല, വെള്ളച്ചാട്ടം പോലും കാണാനില്ല. പിന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങൾ നേരെ ഇരുമ്പുപാലം വഴി മൂന്നാറിലേക്കാണ് ഇപ്പോൾ യാത്ര. ഇവിടെ എന്തായാലും നല്ല വെയിലും നല്ല കരിഞ്ഞുണങ്ങിയ അന്തരീക്ഷമാണ്. അപ്പോൾ മൂന്നാർ പോയാൽ നല്ല കോടയും തണുപ്പൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ നേരെ മൂന്നാറിലേക്ക് വച്ച് പിടിക്കുന്നത്. ഞങ്ങളിപ്പോൾ പോയി ഇതേ മൂന്നാർ എത്താറായിട്ടുണ്ട് കേട്ടോ. എല്ലായിടത്തും നല്ല വെയിലേക്കാണ്. പക്ഷെ ഇപ്പോൾ കുറച്ച് തണുപ്പൊക്കെ കയറി വരുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ഇവിടുന്ന് കുറച്ച് വീട്ടിൽ നിന്ന് എടുത്ത കുറച്ച് ആപ്പിളും മുന്തിരിയൊക്കെ എടുത്ത് കഴിക്കുകയായിരുന്നു. വെള്ളം കുടിച്ച് റെഡി. ഇരുന്നിരുന്ന് ബാക്ക് നല്ല രീതിയിൽ വേനിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം വണ്ടി നിർത്താമെന്ന് വിചാരിച്ചു. അതൊന്നും ഒരു കിളി കണ്ട കാണൂല, ഒരു പച്ചല്ല മഞ്ഞ കളർ കിളി. വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു. മൂന്നാർ അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ടൊക്കെ തണുപ്പും വരുന്നുണ്ട്. മൂന്നാർ ടൗണിൻ്റെ അവിടെയൊക്കെ പൊരി വെയിലായിരുന്നു കേട്ടോ. വൈകിട്ടൊക്കെ ആകുമ്പോൾ ഏകദേശം തണുപ്പൊക്കെ വരുമായിരിക്കും. പക്ഷേ ഞങ്ങൾ നേരെ ലക്ഷ്മി എസ്റ്റേറ്റ് വഴിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ മാങ്കുളം പോകുന്ന ആ റോഡുണ്ടല്ലോ, അതിലൂടെ പോകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നല്ല അടിപൊളി തേയിലത്തോട്ടങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുക. ഗ്യാപ്പ് റോഡ് വഴിയൊക്കെ നമ്മൾ പോയിട്ടുണ്ടെങ്കിലും എനിക്ക് ഫേവറേറ്റ് ആയിട്ട് തോന്നിയത് ഈ ഒരു മാങ്കുളം ആനക്കുളം പോകുന്ന ആ ഒരു വഴിയാണ്. നമ്മുടെ മൂന്നാറിൽ നിന്ന് ഏകദേശം ഒരു 30 കിലോമീറ്റർ ഈ ഒരു വഴി സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആനക്കുളം മാങ്കുളം അവിടേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും. ഞങ്ങൾ ഈ വഴി പകുതി മാത്രമേ പോയുള്ളൂ. പിന്നീട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ റോഡിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് അറിയില്ല. അപ്പോൾ അത് അന്വേഷിച്ചതിന് ശേഷം മാത്രം ഈ ഒരു റോഡ് നിങ്ങൾ ചൂസ് ചെയ്യുക. പിന്നെ അടിമാലി മൂന്നാർ റോഡിൽ ഇപ്പോൾ റോഡ് പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബൈക്കിലൊക്കെ പോകുന്നവർക്ക് നല്ല രീതിയിലുള്ള പണി കിട്ടും. പ്രത്യേകിച്ച് കണ്ണിലേക്കൊക്കെ പൊടി കയറിയിട്ട് കണ്ണൊക്കെ ചുവന്ന് മഞ്ഞളിച്ചിട്ടാണ് ഞാൻ വീട്ടിലേക്ക് എത്തിച്ചേർന്നത്. സാധാരണ ഒരു 3-3:30 ആകുമ്പോഴേക്കും ഈ ഒരു കാണുന്ന സ്ഥലങ്ങളിലൊക്കെ കോട വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഈ ഒരു സമയത്തൊക്കെ കോട ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പൊരി വെയിലാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. പക്ഷേ ഇതൊക്കെ കാണാനായിട്ടും ഒത്തിരി ഭംഗിയുണ്ട്. അതുകൊണ്ട് നമ്മളൊക്കെ നോക്കി നിന്ന് പോകും. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആകപ്പാടി മാമലക്കണ്ടം, പൂയംകുട്ടി, ആനക്കയം എന്നീ സ്ഥലങ്ങൾ മാത്രമേ ഞങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞങ്ങൾ ബൈക്ക് എടുത്ത് ഇറങ്ങിയതിന് ശേഷം അവിടെയൊക്കെ പോയി, മാമലക്കണ്ടം പോയി, അതുപോലെ തന്നെ ആനക്കയം പോയി. പിന്നെ പൂയംകുട്ടി പോകണ്ട, നേരെ മാമലക്കണ്ടം വഴി മൂന്നാറിലോട്ട് പോയാലോ എന്നുള്ള ചിന്ത വന്നു. കാരണം ഈ പോകുന്ന വഴികളെല്ലാം തന്നെ നല്ല രീതിയിലുള്ള ചൂടും പിന്നെ കാടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കരിഞ്ഞുണങ്ങി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഞങ്ങൾ നേരെ മൂന്നാർ പോയിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ തണുപ്പൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ ഒരു യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ മൂന്നാർ ഈ ഒരു ലക്ഷ്മി എസ്റ്റേറ്റ് ആ റോഡിൻ്റെ ഒക്കെ അവിടെ എത്തിയപ്പോഴത്തേക്കും നല്ല രീതിയിലുള്ള തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മാങ്കുളത്തേക്കുള്ള ആ ഒരു റോഡിൽ കുറച്ച് നേരം ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് പോയി. വളരെ കുറച്ച് ഷോട്ടുകൾ മാത്രമേ എടുത്തുള്ളൂ. ഞങ്ങളിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലത്തൊക്കെ നല്ല രീതിയിലുള്ള കാറ്റും തണുപ്പും ഉണ്ടായിരുന്നു. KSRTC സ്റ്റേയുടെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഏകദേശം ഒരാൾക്ക് 220 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് KSRTC ബസ് സ്റ്റാൻഡിൽ സ്റ്റേ ചെയ്യാനായിട്ട് പറ്റും. അത് ഞങ്ങൾ പോയി അന്വേഷിച്ചപ്പോൾ 5 മണിയാകുമ്പോഴത്തേക്കും വന്നാൽ മതി എന്നാണ് അവിടുത്തെ ഉദ്യോഗസ്ഥർ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ സമയം ഏകദേശം 3-3:30 ആയിട്ടുള്ളൂ. അതുവരെ വെറുതെ നിൽക്കേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ ഞങ്ങളുടെ കയ്യിൽ ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ പതിയെ വീട്ടിലേക്ക് തിരിച്ചു പോകാനായിട്ട് തീരുമാനിച്ചു. പിന്നീട് നമുക്ക് KSRTCയിൽ ഒരു ട്രിപ്പ് അടിക്കണമെന്നുണ്ട്. ആ ഒരു സമയത്ത് അവിടെ സ്റ്റേ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കൂടിയുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇതിനു മുമ്പ് 2 തവണ മൂന്നാർ വഴി പോയിട്ടുണ്ടായിരുന്നെങ്കിലും നമ്മൾ വട്ടവടയിലാണ് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതുവരെ ഞാൻ മൂന്നാറിൽ സ്റ്റേ ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ആ ഒരു അനുഭവവും കാര്യങ്ങളും മൂന്നാറിലുള്ള ആ ടൗണും കാര്യങ്ങളൊക്കെ രാത്രി സമയങ്ങളിൽ എങ്ങനെയുണ്ടാവും എന്നുള്ള ഒരു കൗതുകവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെന്തായാലും നമുക്ക് ഈ അടുത്ത് തന്നെ ഒന്ന് KSRTCയിൽ ഒന്ന് പോയി നോക്കണം. പക്ഷേ ഇപ്പോൾ സീസണും കാര്യങ്ങളൊന്നും അല്ലാത്തതുകൊണ്ട് എങ്ങനെയാണ് മൂന്നാറിൻ്റെ കാലാവസ്ഥ എന്നൊക്കെ ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും.
എന്തായാലും ഈ മാസം തന്നെ ആ ഒരു യാത്ര നടത്തണമെന്നുള്ള ഒരാഗ്രഹം കൂടിയുണ്ട്. പിന്നെ ഞങ്ങൾ സ്റ്റേ ചെയ്യാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അവിടെ. പക്ഷേ ഞങ്ങളുടെ കയ്യിൽ ഗൂഗിൾ പേയിൽ മാത്രമേ, അതായത് അക്കൗണ്ടിൽ മാത്രമേ പൈസ ഉണ്ടായിരുന്നുള്ളൂ. അവിടെയാണെന്നുണ്ടെങ്കിൽ ക്യാഷ് മാത്രമേ അക്സെപ്റ്റ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ നിർബന്ധം പറഞ്ഞൊന്നുമില്ല. നമ്മൾ 5 മണി ആ ഒരു സമയത്ത് അവിടെ ചെന്നിട്ട് അവിടെ ഉദ്യോഗസ്ഥർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ എന്തെങ്കിലും പറ്റും, അത് ഉറപ്പൊന്നും ഇല്ല എന്നാണ് ഞാൻ ഫോൺ വിളിച്ച് ചോദിച്ചപ്പോൾ അവിടെ ഒരു മറു ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് റിസ്ക് എടുക്കാൻ പോയി. കാരണം എങ്ങനെ റൂമൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ നേരെ ആ ഒരു 5 മണി 6 മണി സമയത്ത് വീണ്ടും തിരിക്കണം. പിന്നെ നമ്മൾ വീട്ടിലെത്തുമ്പോൾ നല്ല രീതിയിൽ ലേറ്റും കാര്യങ്ങളൊക്കെ ആവും. അതുകൊണ്ട് തന്നെ വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ വേറെ കാര്യങ്ങളുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തെ അവിടെ നിന്ന് ഇറങ്ങി. ഏകദേശം ഒരു 4 മണിയോട് കൂടിയിട്ട് ഞങ്ങൾ മൂന്നാറിൽ നിന്ന് തിരിക്കുകയാണ് ഉണ്ടായത്. യാത്ര പോകുന്ന ഒട്ടുമിക്ക പേരും പറയും ഒരു പ്ലാനും ഇല്ലാതെ പോയിട്ടുണ്ടെങ്കിൽ ആ യാത്ര അടിപൊളിയായിരിക്കുമെന്ന്. പക്ഷേ എൻ്റെ കാര്യത്തിൽ നമ്മളൊരു പ്ലാൻ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ആറ്റിക്കുറുക്കി ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് അടിപൊളിയായിരിക്കും. അല്ലാത്ത പക്ഷം നല്ല രീതിയിൽ മൂഞ്ചിപ്പോവും. ആ ഒരു ഭാഷ പറഞ്ഞതിൽ ക്ഷമിക്കണം. കാരണം അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകുന്നത്. കാരണം കയ്യിൽ ലിക്വിഡ് മണിയും കാര്യങ്ങളൊന്നും ഇല്ലാണ്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉള്ള പൈസയാണെന്നുണ്ടെങ്കിൽ ചായയും ഞങ്ങൾ സ്നാക്സും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് തീർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഹൈ റേഞ്ചിലോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ റേഞ്ചോ കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് കിട്ടില്ല. മൂന്നാർ ടൗണിൽ പോലും എനിക്ക് റേഞ്ചും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയും കൂടി ഉള്ളപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് ഗൂഗിൾ പേ ചെയ്യാനും പോലും പറ്റില്ല. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ സങ്കടത്തോടു കൂടിയൊന്നുമല്ല, പക്ഷേ നല്ല എൻജോയ് ചെയ്തിട്ടാണ് ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ആകെയുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ നിന്ന് വരുമ്പോൾ, അതായത് മാമലക്കണ്ടം വഴി വന്നപ്പോൾ കാട്ടിനുള്ളിലൂടെയൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റോഡ് പണി അത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് അങ്ങോട്ട് നമ്മൾ അടിമാലിയിലോട്ട് പോകും തോറും ഈ റോഡ് പണിയുള്ള പൊടിയും കാര്യങ്ങളൊക്കെ നമ്മുടെ കണ്ണിലോട്ട് അടിച്ചിട്ട് നല്ല രീതിയിലുള്ള അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു കാര്യങ്ങളൊക്കെ ഒഴിച്ചു നിർത്തിയാൽ നല്ല അടിപൊളി ട്രിപ്പായിരുന്നു ഇത്. വട്ടവടയിലും ഇതേ അവസ്ഥയാണോ എന്ന് ഒരു പിടിയില്ല കേട്ടോ. അതായത് ഈ ഒരു തണുപ്പിൻ്റെ കാര്യം ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ കമൻ്റ് ഒന്ന് ചെയ്തേക്കണേ. പിന്നെ അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ദേ ഇപ്പോൾ കരടിപ്പാറയുടെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. കരടിപ്പാറയിലുള്ള ആ ഒരു വളവാണ് ഇപ്പം നിങ്ങൾ ഈ കാണുന്നത്. കുറച്ച് നേരം അവിടെ റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ മൂന്നാറിൻ്റെ കവാടമായിട്ടുള്ള നേര്യമംഗലം പാലത്തിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. അതിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അനിയൻ നല്ല അടിപൊളി ഷോട്ടൊക്കെ എടുത്തു തരുന്നുണ്ട്. ഞാൻ ബൈക്ക് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ എൻ്റെ തലയുടെ മുകളിലായിട്ട് ഫോൺ പിടിച്ചിട്ടാണ് ഇതൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 235ഓളം കിലോമീറ്റർ ഒരു ദിവസം കൊണ്ട് തന്നെ ഓടിയിട്ടുണ്ട്. സാധാരണ ഇങ്ങനെയുള്ള യാത്രകൾ പോകുമ്പോൾ എനിക്ക് നല്ല രീതിയിൽ നടുവേനയും കാര്യങ്ങളും ക്ഷീണമൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇന്നത്തെ ഈ ഒരു യാത്രയിൽ ഒരു ക്ഷീണം ഉണ്ടായിരുന്നില്ല കേട്ടോ. അടുത്ത് തന്നെ നമുക്ക് മൂന്നാറിൻ്റെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റ, ബൈ ബൈ.